ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവകൃപയുടെ 365 ദിവസങ്ങളെന്ന സമ്പൂർണ്ണ പരിശുദ്ധ ബൈബിൾ വായന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 42-ാം ദിവസം. നിയമാവർത്തന പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. മോശ ഇസ്രായേൽ ജനത്തോട് നിയമം വിശദീകരിക്കുന്നതും ന്യായാധിപന്മാരെ നിയമിക്കുന്ന ഭാഗമെല്ലാം നമ്മളിതിൽ കാണുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിൽ ഈ ജീവന്റെ വചനം നമുക്ക് വായിച്ച് ധ്യാനിക്കാം. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം. നിയമം വിശുദ്ധീകരിക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ. ജോർദാന്റെ അക്കരെ മരുഭൂമിയിൽ സൂഫിന് എതിർവശത്ത് പാറാൻ, തോഫാൽ, ലാബാൻ, ഹസേറോത്ത്, ദിസഹാബ് എന്നിവയ്ക്ക് മധ്യേ അരാബായിൽ വെച്ചാണ് മോശ സംസാരിച്ചത്. ഹോറബിൽ നിന്ന് സെയീർ മല വഴി കാദേശ് ബർണയ വരെ 11 ദിവസത്തെ യാത്രാ ദൂരമുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം 40-ാം വർഷം 11-ാം മാസം 1-ാം ദിവസം അവൻ അവരോട് വീണ്ടും പറഞ്ഞു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമ്മോര്യരുടെ രാജാവായ സീഹോനെയും ഏദ്രയിൽ വെച്ച് അഷ്താരോത്തിൽ വസിച്ചിരുന്ന ബാഷാനിലെ രാജാവായ ഓഗിനെയും തോൽപ്പിച്ചതിന് ശേഷമാണിത്. ജോർദാന്റെ അക്കരെ മൊവാബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് നമ്മോട് അരുളി ചെയ്തു, നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു. ഇനി ഇവിടം വിട്ട് അമ്മോര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി, മലമ്പ്രദേശം, സമതലം, നെഗേബ്, കടൽ തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ. കാനാന്യരുടെ ദേശത്തേക്കും ലെബനോനിലേക്കും മഹാനദിയായ യൂഫ്രട്ടിസ് വരെയും നിങ്ങൾ പോകുവിൻ. ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കുവിൻ. ന്യായാധിപന്മാരുടെ നിയമനം. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സംഖ്യാതീതരായിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാവുമോ? നിങ്ങൾ അതത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതയുമുള്ളവരെ തിരഞ്ഞെടുക്കുവിൻ. അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം. നീ നിർദ്ദേശിച്ച കാര്യം വളരെ നന്ന് എന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും പക്വമതികളുമായ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി. 1000-ങ്ങളുടെയും 100-കളുടെയും 50-കളുടെയും 10-കളുടെയും അധികാരികളായി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകിയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അവ തീരുമാനിച്ചുകൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമാണെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. കാനാനിലേക്ക് ചാരന്മാർ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നാം ഹോറേബിൽ നിന്ന് പുറപ്പെട്ട് അമ്മോര്യരുടെ മലമ്പ്രദേശത്തേക്കുള്ള വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാദേശ് ബർണയായിലെത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോര്യരുടെ മലമ്പ്രദേശം വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞ അനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക. ഭയമോ പരിഭ്രമമോ വേണ്ട. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ രാജ്യത്തെക്കുറിച്ച് ഗൂഢമായി അന്വേഷിക്കാൻ
നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം. ഏതു വഴിക്കാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്നുമുള്ള വിവരം അവർ വന്ന് അറിയിക്കട്ടെ. ആ നിർദ്ദേശം എനിക്കിഷ്ടപ്പെട്ടു. അതിനാൽ ഗോത്രത്തിനൊന്നുവെച്ച് 12 പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തു. അവർ മലമ്പ്രദേശത്തേക്ക് പുറപ്പെട്ടു. എഷ്കോൾ താഴ്വരയിലെത്തി. ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. അവർ അവിടെ നിന്ന് കുറെ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറുപിറുത്തു, കർത്താവ് നമ്മെ വെറുക്കുന്നു, അതിനാലാണ് നമ്മെ അമ്മോര്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്രേ. അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ്. അവിടെ ഞങ്ങൾ അനാക്കിമിന്റെ സന്തതികളെപ്പോലും കണ്ടു. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരർ നമ്മെ നഷ്ടധൈര്യരാക്കിയിരുന്നു. നാം എങ്ങോട്ടാണീ പോകുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അവരെ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ മുൻപേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. അവിശ്വസ്തത. കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു. അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണും. അവന്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. നൂനിന്റെ പുത്രനും നിന്റെ സഹായകനുമായ ജോഷുവ അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മതിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് ഞാനത് നൽകും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തുകൊള്ളാമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു. മലമ്പ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവരോട് പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, യുദ്ധം ചെയ്യുകയും അരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും. ഞാനത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലമ്പ്രദേശത്തേക്ക് കയറി. ആ മലയിൽ താമസിക്കുന്ന അമ്മോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ചക്കൂട്ടം പോലെ സേറിൽ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു. നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിന്റെ മുൻപിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല. അതിനാലാണ് നിങ്ങൾ കാദേശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം. കാദേശിൽ നിന്നുള്ള യാത്ര. കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. അനേകം ദിവസം നമ്മൾ സെയർ മലയ്ക്ക് ചുറ്റും നടന്നു. അപ്പോൾ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നത് മതി, വടക്കോട്ട് തിരിയുവിൻ. ജനത്തോട് കൽപ്പിക്കുക, സെയറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ അതിർത്തിയിലൂടെ നിങ്ങൾ കടന്നുപോകാൻ തുടങ്ങുകയാണ്. അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും.
എങ്കിലും നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. അവരുമായി കലഹിക്കരുത്. ഏസാവിന് സെയർ മല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാലുകുത്തുന്നതിന് വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങണം. കുടിക്കാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിശാലമായി മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. അവിടുന്ന് 40 സംവത്സരവും നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നും കുറവുണ്ടായില്ല. അതിനാൽ സേറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നമ്മുടെ സഹോദരരെ കടന്ന് ഏലാത്തിൽ നിന്നും എസിയോൻ ഗേബറിൽ നിന്നുമുള്ള അരാബ വഴിയിലൂടെ യാത്ര ചെയ്തതിനു ശേഷം നമ്മൾ തിരിഞ്ഞ് മൊവാബ് മരുഭൂമിയിലേക്ക് നീങ്ങി. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മൊവാബിരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത കാട്ടി യുദ്ധത്തിന് ഒരുമ്പിടുകയോ അരുത്. അവരുടെ രാജ്യത്തിൽ നിന്ന് അല്പം പോലും നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരികയില്ല. എന്തെന്നാൽ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നതാണ് ആ ദേശം. പണ്ട് ഏമ്യർ അവിടെ താമസിച്ചിരുന്നു. അനാക്കിമിനെ പോലെ വലുതും മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ഒരു ജനതയായിരുന്നു അവർ. അനാക്കിം വംശജരെ പോലെ അവരും റഫായിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും മൊവാബിർ അവരെ ഏമ്യർ എന്നാണ് വിളിക്കുന്നത്. ഹോര്യരും പണ്ട് സെയറിൽ താമസിച്ചിരുന്നു. എന്നാൽ ഏസാവിന്റെ മക്കൾ അവരുടെ രാജ്യം കൈയടക്കുകയും അവരെ നശിപ്പിച്ച് അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് തങ്ങൾക്ക് അവകാശമായി നൽകിയ രാജ്യത്ത് ഇസ്രായേലിയർ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ എഴുന്നേറ്റ് സെറദ് അരുവി കടക്കുവിൻ. അതനുസരിച്ച് നാം സെറദ് അരുവി കടന്നു. നാം കാദേശ് ബർണയായിൽ നിന്ന് പുറപ്പെട്ട് സെറദ് അരുവി കടക്കുന്നതുവരെ സഞ്ചരിച്ച കാലം 38 വർഷമാണ്. അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു. എന്തെന്നാൽ അവർ പൂർണ്ണമായി നശിക്കുന്നതുവരെ കർത്താവിന്റെ കരം പാളയത്തിൽ വെച്ച് അവരുടെ മേൽ പതിച്ചു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇന്ന് ആർ പട്ടണത്തിൽ വെച്ച് നീ മൊവാബിന്റെ അതിർത്തി കടക്കാൻ പോവുകയാണ്. നീ അമ്മോന്റെ മക്കളുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത പുലർത്തുകയോ അരുത്. എന്തെന്നാൽ അമ്മോന്റെ മക്കളുടെ ദേശത്ത് യാതൊരു അവകാശവും ഞാൻ നിനക്ക് തരികയില്ല. കാരണം അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തതാണ്. അതും റഫായിമിന്റെ രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് റഫായിം അവിടെ താമസിച്ചിരുന്നു. അമ്മോന്യർ അവരെ സാസുമ്മി എന്ന് വിളിക്കുന്നു. അനാക്കിമിനെ പോലെ മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ജനതയായിരുന്നു അത്. പക്ഷേ കർത്താവ് അമ്മോന്യരുടെ മുമ്പിൽ നിന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അവർ ആ രാജ്യം കൈയടക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. സെയറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്തതുപോലെയാണിത്. അവിടുന്ന് ഹോര്യരെ അവരുടെ മുൻപിൽ നിന്ന് നശിപ്പിക്കുകയും അങ്ങനെ അവർ ആ ദേശം കൈവശമാക്കുകയും ചെയ്തു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. അവീമ്യരാകട്ടെ ഗാസ വരെയുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നു. എന്നാൽ കഫ്തോറിൽ നിന്ന് വന്ന കഫ്തോര്യർ അവരെ നശിപ്പിക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. എഴുന്നേറ്റ് പുറപ്പെടുവിൻ, അർണോൻ അരുവി കടക്കുവിൻ. ഹെഷ്ബോണിലെ അമ്മോര്യ രാജാവായ സീഹോനെയും അവന്റെ രാജ്യത്തെയും ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. പടവെട്ടി പിടിച്ചടക്കാൻ തുടങ്ങുവിൻ. ഇന്ന് ഞാൻ ആകാശത്തിന് കീഴിലുള്ള സകല ജനങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രമവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയും നിങ്ങളുടെ മുൻപിൽ വിറങ്ങിലിക്കുകയും ചെയ്യും. സീഹോന്റെ രാജ്യം കീഴടക്കുന്നു. അപ്രകാരം ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ രാജ്യത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ. വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. ഇടം വലം തിരിയുകയില്ല. ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാം. കാൽനടയായി കടന്നു പോകാൻ മാത്രം അനുവദിച്ചാൽ മതി. സെയറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളും ആറിൽ താമസിക്കുന്ന മൊവാബിരും എനിക്ക് വേണ്ടി ചെയ്തതുപോലെ
ജോർദാനക്കരെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണം. എന്നാൽ ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ നമ്മെ അനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് അവന്റെ മനസ്സ് കഠിനമാക്കുകയും ഹൃദയം കർക്കശമാക്കുകയും ചെയ്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇതാ സീഹോനെയും അവന്റെ ദേശത്തെയും ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. അവന്റെ രാജ്യം പിടിച്ചടക്കി സ്വന്തമാക്കാൻ ആരംഭിച്ചുകൊള്ളുക. പിന്നീട് സീഹോനും അവന്റെ ജനമൊക്കെയും കൂടെ നമുക്കെതിരായി യാഹാസിൽ വെച്ച് യുദ്ധത്തിന് വന്നു. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. അവനെയും മക്കളെയും അവന്റെ ജനത്തെയും നാം തോൽപ്പിച്ചു. അവന്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി. സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു. ആരും അവശേഷിച്ചില്ല. കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ മറ്റു കൊള്ളവസ്തുക്കളും മാത്രം നമ്മൾ എടുത്തു. അർണോൻ അരുവിക്കരയിലുള്ള ആരോവേർ പട്ടണവും അരുവിയുടെ താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലെയാദ് വരെ നമുക്ക് പിടിച്ചെടുക്കാനാവാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. യാബോക്ക് നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമ്മോന്യരുടെ രാജ്യത്തേക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരുന്ന ഒന്നിലേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല. നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം. ഓഗിനെ കീഴടക്കുന്നു. നമ്മൾ തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും എദ്രയിൽ വെച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, അവനെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ അവനെയും അവന്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമ്മോരി രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവന്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു. അവന്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി. കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു. 60 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന അർഗോബ് പ്രദേശമായിരുന്നു ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യം. ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ. ഇവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നമ്മൾ നശിപ്പിച്ചു. എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും നമ്മൾ എടുത്തു. ജോർദാന്റെ അക്കരെ അർണോൺ നദി മുതൽ ഹെർമോൺ മല വരെയുള്ള പ്രദേശം മുഴുവൻ 2 അമോരി രാജാക്കന്മാരിൽ നിന്ന് അന്ന് നമ്മൾ പിടിച്ചടക്കി. ഹെർമോണിനെ സീദോണിയർ സിറിയോൺ എന്നും അമോരിയർ സെനീർ എന്നും വിളിക്കുന്നു. സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദ് മുഴുവനും ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും എദ്രയും വരെയുള്ള പ്രദേശവും നമ്മൾ പിടിച്ചെടുത്തു. റഫായും വംശത്തിൽ ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവന്റെ കട്ടിൽ ഇരുമ്പുകൊണ്ടുള്ളതായിരുന്നു. അതിന്നും അമ്മോന്യരുടെ റബ്ബായിൽ ഉണ്ടല്ലോ. സാധാരണ അളവിൽ 9 മുഴമായിരുന്നു അതിന്റെ നീളം, വീതി 4 മുഴവും. ജോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. ഈ ദേശം അന്ന് നാം കൈവശമാക്കിയപ്പോൾ അർണോൺ നദീതീരത്തുള്ള അരോവർ മുതൽ ഗിലെയാദ് മലനാടിന്റെ പകുതി വരെയുള്ള പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു. ഗിലെയാദിന്റെ ബാക്കി ഭാഗവും ഓഗിന്റെ സാമ്രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും അർഗോബ് പ്രദേശം മനാസയുടെ അർദ്ധഗോത്രത്തിന് ഞാൻ നൽകി. റഫീമിന്റെ ദേശമെന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. മനാസെ ഗോത്രജനായ യായീർ ഗഷൂറിയരുടെയും മക്കാത്യരുടെയും അതിർത്തി വരെയുള്ള അർഗോബ് പ്രദേശം കൈവശമാക്കി. അതിന് തന്റെ പേരനുസരിച്ച് ബാഷാൻ ഹബ്ബോദ് യായീർ എന്ന് പേര് കൊടുത്തു. അത് തന്നെയാണ് ഇന്നും അതിന്റെ പേര്. മാക്കീറിന് ഞാൻ ഗിലെയാദ് കൊടുത്തു. ഗിലെയാദ് മുതൽ അർണോൺ വരെയുള്ള പ്രദേശം
റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു. നദിയുടെ മധ്യമാണ് അതിർത്തി. അമ്മോന്യരുടെ അതിർത്തിയിലുള്ള യാബോക്ക് നദി വരെയാണ് ഈ പ്രദേശം. ജോർദാൻ അതിർത്തിയായി അരാബായും, കിന്നരത്ത് മുതൽ കിഴക്ക് പിസ്ഗ മലയുടെ ചെരുവിന് താഴെ ഉപ്പുകടലായ അരാബ കടൽ വരെയുമുള്ള സ്ഥലം അവർക്ക് കൊടുത്തു. അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു. നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേലരുടെ മുൻപേ പോകണം. എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാന്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ പോകണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അന്ന് ഞാൻ യോശുവയോട് കൽപ്പിച്ചു, ഈ 2 രാജാക്കന്മാരുടെ നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. അപ്രകാരം തന്നെ നിങ്ങൾ കടന്നുപോകുന്ന എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും. അവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. മോശ കാനാനിൽ പ്രവേശിക്കുകയില്ല. അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ? ജോർദാൻ അക്കരെയുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവിനോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്റെ അപേക്ഷ സ്വീകരിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗായുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. ജോഷയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവന് ധൈര്യവും ശക്തിയും പകരുക. എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും. അതിനാൽ ബേത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ നാം താമസിച്ചു.